ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയൂണിന് ഒന്നും ഇല്ലല്ലോ, മീൻകറി മാത്രം വെച്ചിട്ട് അണഞ്ഞ് വരുമ്പോൾ ചോറിന് തോരനൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം ദാണ്ടടാ വരുന്നൊരു കോള്. നിനക്ക് കോവയ്ക്ക വേണോ? കോവയ്ക്കാണെങ്കിൽ ഓടി വാ, വന്ന് പറിച്ചോളാൻ പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഞാൻ കോവയ്ക്ക പറിക്കാൻ പോയപ്പോഴോ ഈ പടി കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാലിടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഈ കൊച്ചെന്നെ വിളിച്ച് കളിയാക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. നോക്കിയപ്പോൾ കോവയ്ക്കയില്ല, അതിനകത്ത് ഒരു കോവയ്ക്കയില്ലായിരുന്നു. നോക്കി അവസാനം അങ്ങും ഇങ്ങൊക്കെ ഓരോന്നോരോന്നായിട്ട് നിൽക്കുന്നുണ്ട്. കൂടെ വന്ന ആൾ മൊത്തം പൊട്ടാണ് എനിക്ക് പറിച്ചിടുന്നത്. പിന്നെ എനിക്ക് കൈ എത്തുന്നതുമില്ല. അങ്ങും ഇങ്ങൊക്കെ ഓരോന്നിരുന്ന് ഇടയിൽ കൂടെ ഒക്കെ കയറി ഇരുന്ന് പറിക്കുക. ഞാനത് ചാടിയാണ് പറിക്കുന്നത്. ഈ കൊച്ചു എന്നെ വിളിച്ച് കളിയാക്കുവാന്ന് ഞാനത് ചിന്തിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു പോയി നോക്കിയപ്പോൾ അതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുമില്ല. എന്നിട്ട് ഈ കൊച്ചു എന്നെ കൊച്ചു അവിടെ നിന്ന് ഓടിച്ച് വിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന വഴിക്ക് ഞാൻ മഴയ്ക്കുള്ള നല്ല കോളായി ഞാൻ ഓടി. അണ്ണം വരാൻ സമയമായപ്പോഴത്തേനും മക്കൾ പള്ളിയിൽ നിന്ന് വന്ന ഉടനെ പഠിക്കുന്ന ഒരാൾ ഇവനേ ഉള്ളൂ. ബാക്കി രണ്ടും കണക്കാണ്. വിശക്കുന്നെന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി ലേസൊക്കെ മേടിച്ച്. ലേസൊന്നും തിന്നുന്നത് നല്ല ശീലമല്ലായിരുന്നു. പിന്നെ വിശക്കുമെന്ന് പറഞ്ഞ് ഒരു വകയില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കോവയ്ക്കയുടെ പരിപാടി നോക്കി തേങ്ങയൊക്കെ തിരുവി മീൻകറി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ആ സമയത്തിനുള്ളിൽ അണ്ണം വന്നു. അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ അരച്ചു. അണ്ണന് ചമ്മന്തി, ഏത് കറിക്കും ചമ്മന്തി വേണം. പിന്നെ അണ്ണൻ ചോറൊക്കെ കൊടുത്തിട്ട് എനിക്ക് 2 മണിക്ക് ശ്രീശക്തി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, പിള്ളേർ 3 മണിക്ക് ട്യൂഷന് വിട്ടിട്ട് 3:30 ശ്രീശക്തിക്ക് പോയത്. പോകുന്ന വഴിക്ക് ഇതെല്ലാം എൻ്റെ മാമിമാരാണ്. ഇതെൻ്റെ കളിക്കൂട്ടുകാരനാണ്, എൻ്റെ കൊച്ചുനാൾ തൊട്ട് എൻ്റെ കൂട്ടുകാരനാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, പുതിയ പെണ്ണാണത്. പിന്നെ ശ്രീശക്തിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫ്രൂട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തരത്തില്ല. ഇവൻ ആരാ ആൾ? ഞാനല്ലേ മോള്, ഞാൻ അത് മേടിച്ചിട്ടിരിക്കും. എന്നെ ആണെങ്കിൽ ഒരാൾ 10,000 വാങ്ങാൻ വേണ്ടി കാത്തിരുന്നത്. പക്ഷേ എനിക്ക് പോക്ക് നടന്നില്ല. അവൾ പോയി ടാറ്റാ ബൈ ബൈ സി.